രണ്ടാം അധ്യായം 13-ാം ശ്ലോകം. അപ്പോൾ 15 വരെയുള്ള രണ്ടാം അധ്യായം 15 വരെയുള്ള ഇടയ്ക്കുള്ള ശ്ലോകങ്ങൾ എല്ലാം തന്നെ എങ്ങനെ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം ഏത് പ്രക്രിയയിൽ കൂടി നേടിയെടുക്കാം എന്നതാണ്. ഇന്നലെയും അതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 13-ാം ശ്ലോകത്തിൽ പോവാം. അദപുംഭിർദ്വിജശ്രേഷ്ഠാ വർണ്ണാശ്രമവിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. പ്ലീസ് റിപ്പീറ്റ്. അദപുംഭിർദ്വിജശ്രേഷ്ഠാ അദപുംഭിർദ്വിജശ്രേഷ്ഠാ വർണ്ണാശ്രമവിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അദപുംഭിർദ്വിജശ്രേഷ്ഠാ വർണ്ണാശ്രമവിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. പദാനുപദം അർത്ഥം നോക്കാം. അത ആകയാൽ, പുംഭി മനുഷ്യരാൽ, ദ്വിജശ്രേഷ്ഠ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, വർണ്ണ ആശ്രമ വർണ്ണങ്ങളും ആശ്രമങ്ങളും, വിഭാഗശ വിഭാഗങ്ങളാൽ, സ്വ അനുഷ്ഠിതസ്യ ഒരുവന്റെ നിർദ്ദിഷ്ട സ്വകർമ്മങ്ങൾ, ധർമ്മസ്യ ധർമ്മസംബന്ധമായ, സംസിദ്ധിർ പരിപൂർണത, ഹരി പരമദിവ്യോത്തമ പുരുഷൻ, തോഷണം പ്രീതിപ്പെടുത്തുന്ന. Translation and purport by A.C. Bhaktivedanta Swami Srila Prabhupada. Srila Prabhupada ki. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അദപുംഭിർദ്വിജശ്രേഷ്ഠാ വർണ്ണാശ്രമവിഭാഗശഃ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. സൂത മുനി അവിടെ കൂടിയിരിക്കുന്ന ദ്വിജശ്രേഷ്ഠന്മാരെടുത്ത് പറയുകയാണ്. അവിടെ കൂടിയിരിക്കുന്നത് 1,00,000-ഓളം സാധുക്കളാണ്. അതില് മഹാബ്രാഹ്മണർ, തപസ്വികൾ, ജ്ഞാനകാണ്ഡികൾ, കർമ്മകാണ്ഡികൾ എല്ലാവരും സമ്മേളിക്കുന്ന നൈമിഷാരണ്യ ഭൂമിയിൽ ഏതൊന്നിലെത്തിയാൽ പൂർണ്ണതയുണ്ടാകുമോ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി സൂത ഗോസ്വാമിയെ വ്യാസാസനത്തിൽ ഇരുത്തിയിട്ട് ഭാഗവതം പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ജ്ഞാനത്തിലും വൈരാഗ്യത്തിലും യോഗത്തിലും മറ്റു കർമ്മങ്ങളിലും ഒക്കെ, ആ കർമ്മങ്ങളിലൊക്കെ തന്നെ പരിപൂർണത പരിപൂർണത വരുവാൻ വേണ്ടി ശ്രമിച്ചാലേ പരിപൂർണത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളോടുകൂടിയ സാധുക്കൾ വേദത്തിൻ്റെ അന്തം,
കൺക്ലൂഷൻ ഓഫ് വേദാസ്. ആ വേദാന്തം സൂതമുനിയിൽ നിന്നും കേൾക്കാൻ. ഒരുവൻ വേദം പഠിച്ചത് കൊണ്ടായില്ല, അല്ലെങ്കിൽ ഏകവേദം പറയാറുണ്ട്, ഏകവേദി, ദ്വിവേദി, ത്രിവേദി, ചതുർവേദി എന്നൊക്കെ പറയാറുണ്ട്. 4 വേദവും പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 3 വേദം പഠിച്ചിട്ടുണ്ട്, 1 വേദം പഠിച്ചിട്ടുണ്ട്. ദ്വിവേദി 2 വേദം പഠിച്ചിട്ടുള്ളവര് ബ്രാഹ്മണരെ അങ്ങനെ വിളിക്കാറുണ്ട്. 2 വേദം പഠിച്ചിട്ടുണ്ടെങ്കിൽ ദ്വിവേദി എന്ന് പറഞ്ഞവരുടെ മുന്നിൽ പേരിട്ടിട്ട് ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ആ പേരിടും, അവരുടെ പേരും കൂടെ ചേർത്ത് പറയും. ചതുർവേദി 4 വേദങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള വേദങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണരും സാധുക്കളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സദസ്സിലാണ് അടുത്തത് എന്താണ് എന്നറിയുന്നതിന് വേണ്ടി സൂതമുനി, വേദ അന്തം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സൂതമുനിയുടെ അടുത്ത് അവര് സൂതമുനി എന്താണോ പറയുന്നത് അത് കേൾക്കാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് സൂതമുനി നോക്കാം. കുംഭിർ ദ്വിജശ്രേഷ്ഠ, അല്ലയോ ദ്വിജശ്രേഷ്ഠ, ദ്വിജശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, വർണ്ണാശ്രമ വിഭാഗശ, വർണ്ണങ്ങളും ആശ്രമങ്ങളും 4 വർണ്ണങ്ങളും ആത്മീകത്തിനായിക്കൊണ്ട് പരമസത്യത്തെ മനസ്സിലാക്കുവാനായിട്ട് 4 ആശ്രമ ജീവിത ക്രമങ്ങളും സ്വ അനുഷ്ഠിതസ്യ, അങ്ങനെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദിഷ്ട സ്വകർമ്മ വ്യവസ്ഥയ്ക്ക് അനുസൃതമായ, അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദിഷ്ട സ്വകർമ്മ നിർവഹണത്തിലൂടെ സംസിദ്ധിർ ഹരിതോഷണം, ഒരാൾക്ക് ശ്രീഹരിയെ സന്തുഷ്ടി ആക്കുവാനും അതുവഴി ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സമ്പൂർണത നേടുവാനും കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ശ്ലോകം കർമ്മകാണ്ഡം വഴിയുള്ള വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും കുറിച്ചുകൊണ്ടും അത് എന്തിനു ചെയ്യണു എന്ന് നമ്മൾ മനസ്സിലാക്കി തരാണ്. അപ്പോ വർണ്ണാശ്രമങ്ങൾ ഒടുവിൽ എത്തേണ്ടത് എവിടെയായിരിക്കണം? സംസിദ്ധിർ ഹരിതോഷണം, അവിടേക്കാണ് എത്തേണ്ടത്. അപ്പോൾ വർണ്ണങ്ങളും ആശ്രമങ്ങളും അനുഷ്ഠിക്കുന്നത്, ആ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഹരിയെ തുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി, സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കണം എന്നാ പറയുന്നത്. വിഷ്ണു പുരാണത്തില് 3:8-9 ഇതിനെക്കുറിച്ച് പറയുന്നു. ഇത് നമ്മൾ നേരത്തെ തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വർണ്ണാശ്രമ ആചാരവതാ പുരുഷേന പരപ്പുമാന് വിഷ്ണു ആരാധ്യതേ പന്ഥ നാന്യാത് തത്തോഷ കാരണം. വർണ്ണാശ്രമ ആചാരവതാ പുരുഷേണ പരപ്പുമാൻ, വർണ്ണാശ്രമ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടേണ്ടത് മനുഷ്യജന്മത്തില് എന്തിനു വേണ്ടിയായിരിക്കണം? വിഷ്ണു ആരാധ്യതേ പന്ഥ നാന്യ തത്തോഷ കാരണം, ആ ഭഗവാന്റെ വഴിയിലെത്തി ആ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ വർണ്ണങ്ങളും ആശ്രമങ്ങളും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ ഒരു ശ്ലോകത്തിൽ സ്പഷ്ടമായിട്ട് എടുത്തു പറയുന്നത് വർണ്ണങ്ങൾ ആശ്രമങ്ങൾ ഒരു വ്യക്തി ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്? സംസിദ്ധർ ഹരിതോഷണം, ഹരിയുടെ അടുത്ത് എത്താനും ഹരിയെ തുഷ്ടിപ്പെടുത്തുവാനും വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം വർണ്ണങ്ങളും ആശ്രമങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അനുഷ്ഠിച്ചും ഹരിയെ തുഷ്ടിപ്പെടുത്തുന്നില്ല, ഹരിയുടെ അടുത്ത് വരുന്നില്ല എങ്കിൽ ആ ഒരു ബ്രാഹ്മണ്യവും ആ ഒരു ക്ഷാത്രവും ആ ഒരു വൈശ്യവും ആ ഒരു ശൂദ്രവും ആ ഒരു ബ്രഹ്മചര്യവും വാനപ്രസ്ഥവും ഗാർഹസ്ഥ്യവും സന്യാസവും ഒക്കെ പാഴായി പോകും എന്നാ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം,
വർണ്ണങ്ങൾ എന്താണ് എന്നറിയാം. സമൂഹത്തില് ശരിയായ രീതിയിൽ അടിപിടിയൊന്നും കൂടാതെ തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ട് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതക്രമമാണ് വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ വർണ്ണങ്ങൾ ജന്മന ഒരുവന് കിട്ടുന്നതല്ല. ജന്മന ജായത്തെ ശൂദ്ര, ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രരാണ്. ശൂദ്രർ എന്ന് പറഞ്ഞാൽ പിന്നെയും പറയുന്നു ഒരു ജാതിയല്ല. ശൂദ്രർ എന്ന് പറഞ്ഞാൽ ബ്രെയിന് ഉപയോഗിക്കാത്ത ഒരു വ്യക്തി എന്നാണ്. യൂസ് ലെസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. യൂസ് ലെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് ലെസ് ആണ്, അതാണ് യൂസ്ലെസ് യൂസ്ഫുൾ. അപ്പോ ഇവിടെ ശൂദ്രൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി അല്ല, പിന്നെയോ അവന്റെ തലച്ചോറ് ഏത് കർമ്മപദത്തിലാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ അവൻ ശൂദ്രനാണോ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇത് കൃഷ്ണൻ തന്നെയാണ് സൃഷ്ടിച്ചത്. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ അത് എടുത്തു പറയുന്നുണ്ട്. ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ചാതുർവർണ്യം മയാ സൃഷ്ടം. ഈ ചാതുർവർണ്യം 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചത് മയാ, ഞാനാണ് എന്ന് പറയുന്നു കൃഷ്ണൻ. പക്ഷേ അത് ജന്മന അല്ല, പിന്നെയോ ഗുണ കർമ്മ വിഭാഗശ. ഗുണങ്ങളും കർമ്മങ്ങളും കൊണ്ടാണ് ആ ഒരു വർണ്ണം അവിടെ തിരിച്ചറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ജന്മന ഇതിലൊന്നും യാതൊരു കാര്യമില്ല, അതാണ് കാര്യം. അപ്പൊ ബ്രാഹ്മണ കുടുംബത്തില് ജനിച്ചത് കൊണ്ട്, ബ്രാഹ്മണ ഉപനയനം നടത്തിയത് കൊണ്ട് ഒരു വ്യക്തി ബ്രാഹ്മണനാകുന്നില്ല. അതേ ബ്രാഹ്മണ കുടുംബത്തിൽ ഇരുന്നിട്ടും അവന്റെ ആ ഒരു തലച്ചോറ് കൊണ്ട് ഇന്ദ്രിയ സുഖം മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അവ ശൂദ്രനാണ്. യോവാ ഏതദക്ഷരം ഗാർഗ്യ വിദിത്യാസ്മാത് ലോകാത് പ്രൈദിസ കൃപണ. കൃപണ എന്ന് പറഞ്ഞാൽ വളരെ പിശുക്കുള്ളവൻ, ശൂദ്രൻ എന്ന് തന്നെ പറയാം. അവൻ ഒരിക്കലും തൻ്റെ ബുദ്ധിയെ ബ്രഹ്മജിജ്ഞാസയിലേക്ക് വിടുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു, ജീവസ്യ തത്വജിജ്ഞാസ എന്ന് പഠിച്ചു. ജീവന്റെ യഥാർത്ഥ ലക്ഷ്യം തത്വജിജ്ഞാസ, ഈശ്വരനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം എന്നാ പറയുന്നത്. ജീവസ്യ തത്വജിജ്ഞാസ. എന്നാൽ അങ്ങനെ കിട്ടിയ ഒരുവന്റെ, ഒരു കൃപണന്റെ മനുഷ്യജന്മം എങ്ങനെ ഉപയോഗിക്കുന്നു? തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇണ ചേരുക. അവന്റെ ബ്രെയിന് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുവെങ്കിൽ യോവാ ഏതദക്ഷരം ഗാർഗ്യ വിദിത്യാസ്മാത് ലോകാത് പ്രൈദിസ കൃപണ. അപ്പൊ ആഹാരത്തിനും ഉറക്കത്തിനും ഇണ ചേരുന്നതിനും സ്വയരക്ഷയ്ക്കും വേണ്ടി മാത്രമാണ് ഒരുവൻ അവന്റെ ജന്മം ഉപയോഗിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഉപയോഗിച്ച് ഒരു ദിനം മൃഗങ്ങളെ പോലെ മരിച്ചു പോവുമെങ്കിൽ അവനാണ് ശൂദ്രൻ. എന്നാൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഉപനിഷത്തിലാണ്, യോവാ ഏതദക്ഷരം വിദിത്യാത് ലോകാത് പ്രൈദിസ ബ്രാഹ്മണ. ഒരു ബ്രാഹ്മണൻ എന്താ ചെയ്യുന്നത്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ഊണൂലിട്ട വ്യക്തിയല്ല, മേധാശക്തിയുള്ളവൻ. രണ്ടുപേർക്കും ഒരേ എന്താ പറയാ, ശൂദ്രനായാലും ബ്രാഹ്മണനായാലും 2 കൈയും
മൂക്കും നാക്കും ത്വക്കും ചെവിയൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടില്ല അല്ലേ? അപ്പോൾ രണ്ടുപേർക്കും കിട്ടുന്ന ബുദ്ധി ഏതിന് ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വർണ്ണം നിശ്ചയിക്കുന്നത്. ആ ബുദ്ധിയും ബുദ്ധിക്കനുസരിച്ചുള്ള ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ചിട്ടാണ് വർണ്ണങ്ങൾ നിശ്ചയിക്കുന്നത് എന്നാ. അപ്പൊ ഇവിടെ യോവാ വിദിത്യാസ് ലോകാ ത്രൈദിസ ബ്രാഹ്മണ, ഒരു ബ്രാഹ്മണൻ അറിയാം, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്നവരറിയാം. എന്തറിയാം? ഞാൻ ആരാണ്, ഈശ്വരൻ ആരാണ്, ഞാൻ എന്തിനീ ദുഃഖങ്ങൾ അനുഭവിക്കണം, ഭോഗങ്ങളൊക്കെ തന്നെ നേടിയിട്ടും ഒരു തൃപ്തിയില്ല, അതുകൊണ്ട് ആത്മീയമായ അന്വേഷണം, ജീവസ്യ തത്വജിജ്ഞാസ, ആ തത്വത്തിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി അവന്റെ തലച്ചോറ്, അവന്റെ കർമ്മപദം ഉപയോഗിക്കുമെങ്കിൽ അവൻ ബ്രാഹ്മണനാണ് എന്നാ പറയുന്നത്. അപ്പൊ രത്നാകരൻ ഒരു ശൂദ്രനായിരുന്നു. ശൂദ്രൻ എന്ന് പറഞ്ഞ കാട്ടാളൻ അല്ലേ? ശൂദ്രനും താഴെയാണ് കാട്ടാളനെങ്കിലും ശൂദ്രന്റെ കർമ്മമാണ്. സ്വന്തം തൃപ്തിക്ക് വേണ്ടി വേദവിധി അല്ലാതെ തോന്നിയ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ബുദ്ധി പോകുന്നത്. എങ്കിലും ആ ഒരു കാട്ടാളൻ, രത്നാകരൻ ചിന്തിച്ചു, ആലോചിച്ചു. എപ്പോഴാണ്? ഒരു വിഷ്ണു ഭക്തനെ കണ്ടപ്പോൾ, ഒരു കൃഷ്ണഭക്തനെ കണ്ടപ്പോൾ, നാരദ കണ്ടപ്പോൾ, നാരദൻ പലതും പറഞ്ഞു, നീ ചെയ്യുന്നതൊക്കെ കർമ്മല്ലേ, ഇത് നീ തന്നെ അനുഭവിക്കും, ഭാര്യയും മക്കളും അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സംശയമായി. രത്നാകരൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ അവർക്ക് വേണ്ടിയും കൂടെയാണ് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ ചെയ്തു, അപ്പൂപ്പൻ ചെയ്തു, അതിൻ്റെ അപ്പൂപ്പൻ ചെയ്തു, എല്ലാവരും ഇതല്ലേ ചെയ്യുന്നു, ഞാനും ഇത് ചെയ്യുന്നു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ നാരദ ഋഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങ് ചെന്ന് ചോദിച്ചിട്ട് വരിക, ഞാൻ ഇവിടെ നിൽക്കാം. അങ്ങ് ചെയ്യുന്ന പാപം അത് അവർക്കും കൂടെയുള്ള ഭക്ഷണമാണ് എങ്കിൽ അവരനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. വളരെ വിശ്വാസത്തോടു കൂടി രത്നാകരൻ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യയോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇങ്ങനെയല്ലേ എൻ്റെ പാപം നീ എടുക്കണ്ടേ? ഉടനെ ഭാര്യ പറഞ്ഞു, അയ്യടാ ആശ ദോഷ അല്ലേ, താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം, അല്ലെങ്കിൽ താൻ എന്തിനാ എന്നെ കെട്ടിയത് അല്ലേ എന്ന് പറഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിന് മതിയായി, തൃപ്തിയായി. വരുന്ന വഴി ആലോചിച്ചുകൊണ്ടേയിരുന്നു, ബുദ്ധി ഉപയോഗിച്ചു. യോവാ ഏതദക്ഷരം ഗാർഗ്യാത് വിദിത്യാസ്മാത് ലോകാത് പ്രൈദിസ ബ്രാഹ്മണ. ഉടനെ തന്നെ ബുദ്ധി മാറി. എപ്പോ മാറി? ഒരു വിഷ്ണു ഭക്തനെ കാണുമ്പോഴേ മാറും. വേദപണ്ഡിതനെ കാണുമ്പോൾ ഒരുവന്റെ ബുദ്ധി മാറില്ല അല്ലേ? ഒരു വിഷ്ണു ഭക്തനെ കാണുമ്പോഴേ മാറുള്ളൂ. ഒരു മാത്ര ദർശനം എടുത്താൽ മതി ഒരു വിഷ്ണു ഭക്തന്റെ. ഒരു കാട്ടാളനാണെങ്കിലും മാറും. എന്നാൽ ഒരു വിഷ്ണു ഭക്തന്റെ ദർശനം എടുത്താലും നന്നാവാത്ത ഒരുപാട് പേരുണ്ട്. കർമ്മകാണ്ഡികളല്ല, പിന്നെയോ ജ്ഞാനകാണ്ഡികൾ. ഊഹാപോഹത്തിൽ കൂടി ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ. ഒടുവിൽ ഊഹാപോഹം ഒരിടത്തും എത്താത്തത് കൊണ്ട് അവര് തന്നെ സ്വയം പ്രഖ്യാപിക്കും, ഞാനാണ് ഈശ്വരൻ എന്ന് അല്ലെ, എല്ലാം ഒന്നാണ് എന്ന്. എല്ലാം ഒന്നിൽ നിന്നാണ് വരുന്നത് എന്നറിയില്ല ഇവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ശൂദ്രനെയും ബ്രാഹ്മണനെയും എല്ലാവരെയും അവരുടെ കർമ്മങ്ങളും ഗുണങ്ങളും അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ജന്മന ആരും ബ്രാഹ്മണരാവുന്നില്ല, ജന്മന എല്ലാവരും ശൂദ്രരാണ്. അവനൊരു അവസരം കൊടുക്കുകയാണ്. ക്ഷത്രിയനാവാം, അല്ലെങ്കിൽ അതേ വർണ്ണത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ വൈശ്യനാവാം, അല്ലെങ്കിൽ അതിലുമുപരി ബ്രാഹ്മണനാവാം. ഇന്ന് രത്നാകരൻ അവിടെ ഇരുന്ന് തപം ചെയ്തു, മഹർഷിയെ സ്വീകരിച്ചു ഗുരുവായിട്ട്, തപം ചെയ്തു. തപം ചെയ്തതും രാമമന്ത്രം അദ്ദേഹത്തിന് ജപിക്കുവാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് നാരദ ഋഷി മര എന്ന് ജപിക്കണമെന്ന് പറഞ്ഞു അല്ലേ. ഈ മര എന്ന് ജപിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ലാംഗ്വേജ് അറിഞ്ഞൂടെ, രാമാന്ന് ജപിച്ചൂടെ. പക്ഷെ
രാമമന്ത്രം വൈദിക മന്ത്രമായതുകൊണ്ട് മരാമര എന്ന് ജപിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജപിച്ചു. ഒടുവില് ബ്രാഹ്മണൻ മാത്രമല്ല, ആ ഒരു കാട്ടാളന്റെ ജന്മത്തിന്റെ മുന്നിൽ അദ്ദേഹം ആ കാട്ടാള ജന്മത്തിൽ നിന്നും മേലെ വന്ന് മഹാബ്രാഹ്മണനാവുകയും എല്ലാ ബ്രാഹ്മണനാലും പൂജിക്കപ്പെടുന്നവനും, എന്തിനേറെ പറയണു, ഭരദ്വാജ മുനി പോലും വാത്മീകിയായി മാറി. ആ വാത്മീകിയുടെ ശിഷ്യനായിട്ട് മാറിയുന്ന, അങ്ങനെ വാത്മീകിയായിട്ട് മാറേണ്ടായി. ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് വാത്മീകിയെ കണ്ടു, ഭരദ്വാജനെ കണ്ടില്ല അല്ലെ. ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് ഭരദ്വാജനെ കണ്ടു, വാത്മീകി മുനിയെ കണ്ടു. അപ്പൊ വാത്മീകി മുനിയുടെ ചരിത്രത്തിൽ വാത്മീകി മുനി ജന്മം കൊണ്ടൊരു നിഷാദനായിരുന്നു, കാട്ടാളനായിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ കർമ്മപദത്തില് നേരിയ വ്യത്യാസങ്ങൾ വരുത്തി മേലോട്ട് ഉയർന്നു വരികയുണ്ടായി. ഇതൊക്കെ നമുക്ക് വലിയൊരു പാടാണ്. ഈ ജാതിയും മതത്തിൻ്റെയും പേരിൽ അടികൂടുന്ന എല്ലാവർക്കും, ജാതി സ്പർദ്ധ വരുത്തി മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അടികൂടുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. എങ്കിലും ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ തന്നെ ഈ രീതിയിൽ വരുന്നതെന്ന് ചിന്തിക്കാതെ ഇതിനെ രാഷ്ട്രീയ പ്രേരിതങ്ങളായിട്ട്, സ്വപ്രേരിതങ്ങളായിട്ട് പലരും ഇതിനെ ജാതി എന്ന്, അവർണനെന്നും സവർണനെന്നും വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമുക്കതൊക്കെ വികലമായി തോന്നുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ പിന്നെയും ഊടും പാവും തന്ന് വളർത്തുകയാണിവർ അല്ലേ. പിന്നെയും നീ ശൂദ്രനാണ്, നീ ശൂദ്രനാണ്, കണ്ട ശാസ്ത്രത്തിൽ പറഞ്ഞ കണ്ട ശൂദ്രൻ, അതിനെ കത്തിക്കൂ അല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെ വേദത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. അപ്പൊ ഇവിടെ വർണ്ണാശ്രമധർമ്മം ശരിയായ രീതിയിലുള്ള ധർമ്മമാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ തന്നെ സംസിദ്ധിം ഹരിതോഷണം, ശ്രീഹരിയെ തുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി, പോഷിപ്പിക്കുവാൻ വേണ്ടി, സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും വർണ്ണാശ്രമങ്ങളുടെ മുഖ്യ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ടാണ് ഈ ശ്ലോകം ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നത്. എന്നാൽ ഇന്ന് വർണ്ണാശ്രമ ധർമ്മങ്ങളെ അപ്പാടെ പടിയടച്ച് പിണ്ടം വയ്ക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ, വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പോൾ ബ്രാഹ്മണന്റെ കർമ്മങ്ങള്, വൈശ്യന്റെ കർമ്മങ്ങള്, ശൂദ്രന്റെ കർമ്മങ്ങൾ, ഇതൊക്കെ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഇതിനുപരി തന്നെ മനുസ്മൃതിയിൽ സ്വയംഭൂവമനു വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അവരുടെ ക്വാളിറ്റി എന്താണ്, എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതേമാതിരി ആശ്രമ വ്യവസ്ഥയെക്കുറിച്ചും ബ്രഹ്മചാരി, വാനപ്രസ്ഥ, ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി, ഇവരൊക്കെ തന്നെ മനുസ്മൃതിയിലും ഇവരെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഇവരുടെ കർമ്മങ്ങൾ എന്താണ് എന്നും ഏത് വഴി അനുഷ്ഠിക്കണമെന്നും വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എങ്കിലും പല പ്രേരിതമായിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാം തന്നെ ഈ ബ്രാഹ്മണനെയും ശൂദ്രനെയും ഒക്കെ തന്നെ സവർണനും അവർണനുമായിട്ട് വളച്ചൊടിക്കുകയും ആ വർണ്ണാശ്രമ ധർമ്മത്തിനെ പടിയടച്ച് അപ്പാടെ പിണ്ടം വയ്ക്കുകയും ചെയ്തതാണ്. അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. കാരണം എന്താണ്? എന്തായിരിക്കും ഇതിന് കാരണം? അവനവൻ എവിടെ നിൽക്കുന്നോ ആ ഒരു പ്രത്യേക
പൊസിഷനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് ഇതിന് കാരണം. എല്ലാവർക്കും സവർണനാവണം. സവർണനാവുവാൻ സാധിച്ചില്ലെങ്കിൽ സവർണനോടൊരു തരത്തിലുള്ള ഒരു ഇച്ചിങ് സെൻസേഷനാണ്. അപ്പൊ അവിടെ സവർണനും അവർണനും ഒക്കെ ആക്കിയത്. ഇപ്പൊ ഇത് താഴേക്കിടയിലുള്ള ആൾക്കാർ മാത്രമല്ല. അപ്പൊ ഞാൻ പറയുന്നത് ബ്രാഹ്മണര് മാത്രമല്ല, ബ്രാഹ്മണര് മറ്റുള്ളവരെ കണ്ടപ്പോ ഹീനജാതി എന്ന് മുദ്ര കുത്തി, ചാപ്പ കുത്തി. ഇത് ബ്രാഹ്മണരുടെ കയ്യിലും തെറ്റുണ്ട്. എല്ലാ ബ്രാഹ്മണരും അല്ല കേട്ടോ. അത് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ബ്രാഹ്മണന്മാരുണ്ടാവും. സുന്ദരമായ ഉദ്യാനത്തില് മുള്ളുമുരുക്ക് നിൽക്കുന്ന മാതിരിയാണത്. അവരും അത് ജാതി വ്യവസ്ഥയായിട്ട് കണ്ടു, ബ്രാഹ്മണ ജാതി എന്ന്. അതേമാതിരി ശൂദ്ര കുടുംബത്തിൽ പിറന്നവരും അവരും ചിന്തിക്കും എന്താണ്, ഓ നമ്മളെല്ലാം ശൂദ്രർ, അവരെല്ലാം ബ്രാഹ്മണർ അല്ലെ. ഒരു പാസീവ് അഗ്രസീവ് ബിഹേവിയർ ഇവരുടെ ഇടയിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് ഉയർന്ന ജാതി എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാവും എന്നാണ്. അവരുടെ ഒരു ഇൻഫീരിയർ ഫീലിംഗ് പിന്നെയും പിന്നെയും ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്, PAB എന്ന് പറയും. അതിനൊരു ഉദാഹരണമാണ് ആരെങ്കിലും പുതിയ ഒരു 10-20 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചാൽ അത് ഈ കേരളത്തിൽ ഒരു സ്ക്രാച്ചും ഇല്ലാതെ എത്ര പേര് ഓടിച്ചിട്ടുണ്ട്? എത്ര പേരുടെ കാറില് വരകൾ ഇല്ലാത്തതുണ്ട്? കാറ് വാങ്ങിച്ചിട്ട് വരകളില്ലാത്ത എത്ര പേരുണ്ട്? ഒന്ന് ഏതെങ്കിലും രീതിയിൽ ഉരഞ്ഞിരിക്കുന്നത് കാണാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ബബിൾ ഗം ഒട്ടിച്ചു വച്ചിരിക്കുന്നതായിട്ട് കാണാം. എന്താ കാരണം? അത് ഉള്ളവന് ഇല്ലാത്തവന് ഉള്ളവനോട് തോന്നുന്ന ഒരു പ്രത്യേക ഒരു ഇച്ചിങ് സെൻസേഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും ഇവര്? ബബിൾ ഗത്തിന് എടുത്ത് ഒട്ടിച്ചു വെക്കും. പതുക്കെ കയ്യിലിരിക്കുന്ന താക്കോൽ കൊണ്ട് അങ്ങനെ ഒരു ഒരച്ചോണ്ട് ഇങ്ങനെ പോകും. അമേരിക്കയില് നോക്കിക്കഴിഞ്ഞാൽ ചില പ്രാന്ത പ്രദേശങ്ങളില് BMW എല്ലാം കൊണ്ടിട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് മൊത്തം പലതരത്തിലുള്ള വരകൾ കാണും. ഈ താഴേക്കിടയിലുള്ള പല ആൾക്കാർക്ക് ഇത് സഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരയ്ക്കും. അതിനെയാണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ. അങ്ങനെ നീ കഷ്ടപ്പെടണ, അങ്ങനെ നീ വിഷമിക്കട, അവന്റെ ഒരു മണ്ണെണ്ണ കാറ്, അവന്റെ ഒരു പാട്ട കാറ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആറ്റുകാൽ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു അമ്മയും ആ അമ്മയുടെ ഒരു 40-45 വയസ്സുള്ള മകനും കൂടെ വരണു. മുണ്ടൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകണം. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ നടത്തത്തിൽ ഒരു തടസ്സം നേരിട്ടതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഞാൻ കാറ് ഓടിച്ച സമയത്ത് ഉടനെ പറയാൻ, അവന്റെ കാറ് ഡപ്പ കാറ് എടുത്തോണ്ട് പോവാ അല്ലേ, ഇങ്ങനെ പറയണേ. ആ ഒരു ഇറിറ്റേഷൻ അല്ലേ, ഇത് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടും. നമ്മൾ പോയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അതിനകത്ത് 5 രൂപ വേണം. ഇത് എങ്ങനെ ദൈവമേ ഇല്ലേ എന്ന് നമുക്ക് തോന്നാം. അപ്പൊ ദൂരെ ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ ഇങ്ങനെ നീറി നീറി മരിക്കണം അല്ലേ, നീറി നീറി പുകയണം. ഇതാണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ. അപ്പൊ ഇങ്ങനെയുള്ളവര് അബദ്ധവശാൽ ശൂദ്ര കുടുംബത്തിലോ വൈശ്യ കുടുംബത്തിലോ പിറന്നാലും മറ്റുള്ള ബ്രാഹ്മണ കുടുംബങ്ങളെ കാണുമ്പോൾ അവർക്ക് ഇതേമാതിരി ഒരു നീറ്റൽ ഉണ്ടാവും. എന്നാൽ അത് ജാതിയായിട്ട് കാണുന്നത് കൊണ്ടുള്ള രോഗമാണത്. അങ്ങനെ കാണുവാൻ പാടുള്ളതല്ല. ശാസ്ത്രം ആ രീതിയിൽ അല്ല വരുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ തന്നെ അവരുടെ ഗുണങ്ങളും കർമ്മങ്ങളും കൊണ്ടാണ്. കാട്ടാളനായ രത്നാകരൻ പോലും മഹാബ്രാഹ്മണനും ബ്രഹ്മജ്ഞാനിയുമായിട്ട് മാറുകയുണ്ടായി. അതിനപ്പുറം എന്ത് പറയാനാണ്? അപ്പോ ഈ ബ്രാഹ്മണ്യവും ശൂദ്രത്വവും
ഇതൊന്നും ആരുടെയും കുത്തകയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഈ ബ്രാഹ്മണ്യവും ക്ഷാത്രവും വൈശ്യവും ശൂദ്രവും, ഈ ശൂദ്രത്വം, ഇതൊന്നും ആരുടെയും മോണോപോളി അല്ല, കുത്തകയല്ല. അത് അവരവരുടെ മേധാശക്തി അനുസരിച്ച് കർമ്മപദത്തിൽ ഇറങ്ങുന്ന സമയത്ത് നിശ്ചയിക്കപ്പെടുന്ന വർണ്ണങ്ങളാണ്, ജാതിയല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കണം. അപ്പോ വൈദിക വിധി അനുസരിച്ചും പുരാണങ്ങൾ അനുസരിച്ചും വിഷ്ണു പുരാണം അനുസരിച്ചും വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയെക്കുറിച്ച് പുകഴ് പാടുകയാണ്. ഇതാണ് ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ടത്. എന്നാൽ എന്തിനു വേണ്ടി ആയിരിക്കണം ഒരു വ്യക്തി ഇത് അനുഷ്ഠിക്കേണ്ടത്? സംസിദ്ധിം ഹരിതോഷണം, ഹരിയെ തുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കണം. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. എന്നാൽ ഞാൻ ബ്രാഹ്മണനാണ്, എന്നാൽ ഞാൻ ക്ഷത്രിയനാണ്, എന്നാൽ ഞാൻ ബ്രഹ്മചാരിയാണ്, എന്നാൽ ഞാൻ സന്യാസിയാണ്, ആ ഹരിയുടെ അടുത്ത് പോവാൻ പറ്റുന്നില്ല എങ്കിൽ ശ്രമയേവൈഹി കേവലം, അതൊരു സിംപ്ലി വേസ്റ്റിംഗ് ടൈമാണ്. സർവേഹുതം ഭസ്മനി, ചാമ്പലില് ആ നെയ്യ് കോരി ഒഴിക്കുന്നത് മാതിരി ഇരിക്കും, പുക മാത്രമേ വരുള്ളൂ, അല്ലേ? അപ്പൊ ഭഗവാൻ ഇല്ലാതെ, സംസിദ്ധിർ ഹരിതോഷണം, ഹരിയെ തുഷ്ടിപ്പെടുത്താതെ ഈ ബ്രാഹ്മണ കുടുംബങ്ങളിൽ പിറന്നിട്ട് എന്ത് കാര്യം? ജ്ഞാനം കിട്ടിയിട്ട് എന്ത് കാര്യം? ജ്ഞാനകാണ്ഡിയായിട്ട് എന്ത് കാര്യം? ഉപനിഷത്ത് പഠിച്ചിട്ട് എന്ത് കാര്യം? വേദം പഠിച്ചിട്ട് എന്ത് കാര്യം? ഭഗവത് ഭക്തി ഹീനസ്യ, ഭഗവാന്റെ ഭക്തി ഇല്ലാതെ ജാതിഹി, ഉന്നതകുല ജാതനായിട്ട് ബ്രാഹ്മണനായിട്ട് എന്ത് കാര്യം? ജാതിഹി ശാസ്ത്രം, ശാസ്ത്രം പഠിച്ചിട്ട് എന്ത് കാര്യം? ജാതിക ശാസ്ത്രം ജപസ്തപ, ജപം പഠിച്ചിട്ട് എന്ത് കാര്യം? തപം, അത് യോഗിയാണ്. യോഗിയായിട്ട് എന്ത് കാര്യം? എന്താ കാര്യം? അത് പഠിച്ചിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ എന്താ കാര്യം? മണ്ഡനം ലോകസ്യ രഞ്ജനം, ഡെഡ് ബോഡിയില്, ശവശരീരത്തില് സ്വർണ ആഭരണങ്ങൾ ധരിക്കുന്നത് മാതിരിയാണ് ഭക്തി ഇല്ലാതെയുള്ള ഈ തപവും ജപവും ബ്രാഹ്മണ ജന്മങ്ങളും ശൂദ്ര ജന്മങ്ങളും എല്ലാം തന്നെ. എന്നാൽ ഇതേ വർണ്ണാശ്രമ ധർമ്മം അനുഷ്ഠിതാത്, സ്വന്തമായി അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ അത് ഹരിയെ തുഷ്ടിപ്പെടുത്തുന്നതിലേക്ക് എത്തിപ്പിക്കണം. അല്ലെങ്കിൽ പോയി, എത്തിപ്പിക്കേണ്ടത് നമ്മളാണ്. നമുക്കൊരു ചാൻസ് കിട്ടി, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ, അല്ലെ? ഒരു ചാൻസ് കിട്ടി ജന്മം കൊണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? ഇതിൽ ആരും ഉത്തമനെന്ന് വിചാരിക്കേണ്ട, അവരവരുടെ രീതിയിൽ കർമ്മം ചെയ്താൽ മതി എന്നാ പറയുന്നത്. മറ്റുള്ളവനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനേക്കാളും മറ്റുള്ള വർണ്ണങ്ങളെ അനുകരിക്കുന്നതിനേക്കാളും അവനവന്റെ കർമ്മം ചെയ്താലും തീർച്ചയായിട്ടും എത്തും. ഇനി അങ്ങനെ ഒരു ശൂദ്രൻ വിചാരിക്കുന്നു എനിക്ക് ബ്രാഹ്മണനാവണമെങ്കിൽ, തീർച്ചയായും അവൻ ബ്രാഹ്മണനാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ജീവിതത്തില്. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആയിട്ടോ പിറന്നു. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അത് ബ്രാഹ്മണ്യ നിലവാരത്തിൽ പോവാം, ശൂദ്ര നിലവാരത്തിൽ പോവാം, അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാം. പക്ഷേ അത് ഒടുവിൽ എത്തേണ്ടത് എവിടെയായിരിക്കണം? സംസിദ്ധിം ഹരിതോഷണം, വർണ്ണാശ്രമ ആചാരവത പുംസാം, എല്ലാ വർണ്ണങ്ങളുടെ ആശ്രമങ്ങളുടെയും അന്തസത്ത ഒടുവില് വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുവാനായിരിക്കണം. അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം പോയി, വാനപ്രസ്ഥം പോയി, വാനപ്രസ്ഥവും പോയി കിട്ടും, അല്ലേ? വനത്തിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? പ്രഹ്ലാദനെ പറയണു, വനം ഗതോ യത് ഹരിമാശ്രയേതത്. ഹിരണ്യകശിപു ചോദിച്ചു, നീ ഏറ്റവും അത്യുത്കൃഷ്ടമായത് എന്താണ്? ഉപദേശം തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഗൃഹസ്ഥനാണ്. എന്നാ പിന്നെ വനത്തിൽ പൊക്കോളാൻ പറഞ്ഞു. ആരാണ്? പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ പറഞ്ഞു, വനം ഗതോയത് ഹരിമാശ്രയേതത്, എടുക്ക, വീട്ടിൽ നിന്ന് പുറത്തു പോവാ, വാനപ്രസ്ഥം എടുക്കുക. വനം ഗതോ, വനത്തിൽ പോയിട്ട് ഹരിമാശ്രയേതത്, ഹരിയെ ആശ്രയിക്കാനാണ്, അല്ലേ? അപ്പൊ വനത്തിൽ ചെന്നിട്ട് വാനപ്രസ്ഥം എടുത്തിട്ട് ഹരിയെ ആശ്രയിച്ചില്ല എങ്കിലോ അതോടുകൂടി അത് ശ്രമയേവൈഹി കേവലം, വെറുതെ ഒരു സമയം പാഴാക്കൽ എന്നാ പറയുന്നത്. അതുകൊണ്ട്
ബ്രഹ്മചാരി വാനപ്രസ്ഥ, ബ്രഹ്മചാരി ഗൃഹസ്ഥ വാനപ്രസ്ഥ സന്യാസി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇവരെല്ലാവരും എത്ര അനുഷ്ഠിച്ചാലും അത് ഹരിയെ തുഷ്ടിപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിയില്ല എങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനങ്ങളുമില്ലാതായിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് വർണ്ണാശ്രമം അനുഷ്ഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും. ദൈവികമായ ജീവിത രീതിയും സമൂഹത്തിനെ വാർത്തെടുക്കാനും പറ്റും നല്ല രീതിയിൽ. ഇങ്ങനെയായിരുന്നു വൈദിക ധർമ്മം, വർണ്ണങ്ങളും ആശ്രമങ്ങളും. എന്നാൽ നേരത്തെ പറഞ്ഞ മാതിരി ഉത്തമനെന്നും അധമനെന്നും എന്നുള്ള രണ്ട് തരക്കാർ മുന്നോട്ട് വന്നു അല്ലേ? നേരത്തെ പറഞ്ഞ മാതിരി അതിനിപ്പോ എടുത്ത് മുഴച്ചു നിൽക്കുന്നത് ക്യാപിറ്റലിസമാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇസങ്ങളും. അപ്പൊ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതേമാതിരി ഇപ്പോ ഒരു ക്യാപിറ്റലിസം ഇല്ലാത്ത ഒരു ഇസമാണെന്ന് വിചാരിക്കുക. അവിടെ എപ്പോഴും അവർ ചെയ്യപ്പെടുന്നത് കൃത്രിമമായ സമത്വത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? അവർക്ക് എപ്പോഴും ഇറിറ്റേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി PAB, പാസീവ് അഗ്രസീവ് ബിഹേവിയർ ആണ്. എങ്ങനെയോ ജന്മം കൊണ്ട് ഞാൻ ശൂദ്രനായിപ്പോയി, അല്ലെങ്കിൽ വൈശ്യനായിപ്പോയി. അതുകൊണ്ട് മേലേക്കിടയിലുള്ളവരെ കാണുമ്പോൾ ഒരു ഉള്ളിലുള്ള അപകർഷതാബോധം ഉയർന്നു വരുന്നു. ആക്ച്വലി അങ്ങനെ വരേണ്ട ആവശ്യമില്ല. കാരണം ശൂദ്രനായാലും ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്നാണ് വരുന്നത് അല്ലെ? 4 പേരും കോഓപ്പറേഷൻ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ എന്നാണ്. അത് വളരെ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും, ശൂദ്രനെ മാറ്റി നിർത്താൻ ഒരിക്കലും പറ്റില്ല, വൈശ്യനെയും മാറ്റി നിർത്താൻ ഒരിക്കലും പറ്റില്ല. എല്ലാവരും പരസ്പരം ഭാവയന്തോമാം സഹകരിക്കണം, ലിങ്ക് ചെയ്ത് കോപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തിനാ ശൂദ്രനെ മോശമായിട്ട് കാണുന്നത്, ബ്രാഹ്മണനെ ഉത്തമനായിട്ട് കാണുന്നത്? ഇപ്പൊ ശൂദ്രനും ബ്രാഹ്മണനും ഹരിയെ ആശ്രയിച്ചില്ല എങ്കിൽ ആണ് അധമത്വം വരുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ മാതിരി കൃപണ യോവ ഏതത് അക്ഷരം ഗാർഗ്യാത് വിദിത്യാസ്മാ ലോകാത് പ്രൈദിസ കൃപണ. അവൻ കൃപണനായിട്ട് മാറും. അപ്പോഴാണ് അവൻ അധമനായിട്ട് കണക്കാക്കേണ്ടത്. ഒരുവൻ ബ്രാഹ്മണനോ ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ ഗൃഹസ്ഥനോ സന്യാസിയാവോ ഏതോ ആകട്ടെ, അവൻ എല്ലാ പേരെയും റെസ്പെക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് ഒടുവിൽ ഈശ്വരനിലേക്ക് എത്തിയില്ല എങ്കിൽ, ആത്മ അന്വേഷണത്തോടു കൂടി ഭഗവാൻ ഈശ്വരൻ വിഷ്ണുവിലേക്ക് എത്തിയില്ല എങ്കിൽ അപ്പോഴാണ് ആ വ്യക്തിക്ക് മുദ്ര കിട്ടുന്നത്. എന്താണ്? അധമൻ, കൃപണൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ശൂദ്രനെ ഇവിടെ കൃപണൻ എന്ന് വിളിക്കണില്ല, വൈശ്യനെ ഇവിടെ കൃപണൻ എന്ന് വിളിക്കണില്ല അല്ലേ? അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്കിലും ജന്മനാ കൊണ്ടുള്ള അപകർഷതാ ബോധം കൊണ്ട് അവരെപ്പോഴും ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ സമത്വത്തിന് വേണ്ടി അടികൂടും അല്ലേ? നമ്മളെല്ലാവരും ഒരുപോലെയായിട്ട് കാണണം, എല്ലാവരും ഒന്നായിട്ട് കാണണം. ഏകത്വം, ഏകത്വം അനുപശ്യതി ഉപനിഷത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഏകത്വം കാണേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെന്താണ്? കൃത്രിമമായ ഏകത്വത്തിനെ കെട്ടിച്ചമയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? എല്ലാവരും ഒരുപോലെയാണ് എന്ന സിദ്ധാന്തം അതെങ്ങനെ പ്രാവർത്തികമാകും? ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു 45 പേരടങ്ങുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തില് എല്ലാവരെയും ഒരുപോലെ കണ്ടാൽ അവരെങ്ങനെ മുന്നോട്ട് വരും? എങ്ങനെ മേലെ പഠിച്ചു വരും? അങ്ങനെ ആ വിദ്യാർത്ഥികളെ ഒരുപോലെ കാണുമ്പോൾ തീർച്ചയായും കഴിവുള്ളവര് അംഗീകാരം കിട്ടാത്തതായി പോകും അല്ലേ? പിന്നെ ഒരു സ്റ്റുഡന്റ് എങ്ങനെ പഠിക്കും? മേലോട്ട് വരും മാർക്ക് ഇടാതെ.
മാർക്കിട്ടപ്പോൾ ഒരുവന് 48 മാർക്കും, ഒരുവന് 8 മാർക്കും, ഒരുവന് 4 മാർക്കും, ഒരുവന് 1 മാർക്കുമാണ് കിട്ടിയത്. പക്ഷെ അവിടെ പറയാണ് എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കർമ്മം ചെയ്താലേ പറ്റുള്ളൂ അല്ലേ? പഠിക്കുമ്പോഴേ അവന്റെ ക്വാളിറ്റി അറിയാൻ പറ്റുമോ? അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് റെക്കഗ്നേഷൻ കൊടുക്കുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വർണ്ണങ്ങളെല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവന്റെ ബ്രെയിൻ ഉപയോഗിച്ച് കർമ്മപദത്തിൽ ഇടുമ്പോഴാണ് അവൻ ഏത് വർണ്ണമാണെന്ന് അറിയുന്നത്. അതേമാതിരി ബ്രെയിൻ ഉപയോഗിച്ച് കിട്ടുന്ന സമയത്ത് പഠിച്ച് ഒരു സ്റ്റുഡന്റ് മേലെ വരുമ്പോൾ അവനെ റെക്കഗ്നൈസ് ചെയ്യും 1ാം സ്ഥാനമായിട്ട്. എന്നാൽ ബ്രെയിൻ ഉപയോഗിച്ച് സിനിമയും കണ്ട് കൂത്താടി നടന്നിട്ട് ഒടുവില് പരീക്ഷ എത്തുമ്പോൾ തലേന്ന് പഠിക്കാന്നെല്ലാം പറഞ്ഞിട്ട് അതും വീഴ്ച പറ്റി ഒടുവില് മുട്ട 0 കിട്ടുന്ന സമയത്ത് വിജയിയോട് തോന്നുന്ന ഒരു അസൂയയുണ്ടല്ലോ, അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പൊ അതുകൊണ്ട് സമത്വം ആ സമയത്ത് വിളമ്പിയിട്ട് എന്ത് കാര്യം? അതിനു വേണ്ടിയുള്ള യോഗ്യതയും കൂടെ നേടണം. അത് ജന്മന അല്ല, കർമ്മങ്ങൾ കൊണ്ട് ആ യോഗ്യത ഒരു വ്യക്തിക്ക് നേടാൻ പറ്റും. അപ്പൊ അങ്ങനെ സമത്വം പറഞ്ഞാൽ തീർച്ചയായും കഴിവുള്ളവരെ റെക്കഗ്നൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ ഒടുവിൽ എവിടെ എത്തും? കൂടുതലും അവർ ദരിദ്രരായിട്ട് കാണപ്പെടും. ഇങ്ങനെ സമത്വം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒടുവിൽ ദരിദ്രരായിട്ടും കാണപ്പെടേണ്ട ഒരു ഗതികേടുണ്ടാവും. കാലം ജീവിതം മൊത്തം അതൃപ്തിയോടെ ജീവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അപ്പൊ ഇതും അപകടമാണ് എന്നാ പറയുന്നത്. ഇനി അടുത്തത് ക്യാപിറ്റലിസത്തിലേക്ക് പോയാലാ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മേധാവി അല്ല എങ്കിലേ എന്താ പറയുക, ജാതി കൂടിയ ആള് അല്ലെങ്കിൽ എല്ലാം അറിയാം, എനിക്കെല്ലാം ഉണ്ട് അല്ലെ? ക്യാപിറ്റലിസത്തിലാണെങ്കിലോ അവിടെയും ചൂഷണമാണ്. ക്യാപിറ്റലിസത്തിന്റെ പ്രശ്നം സ്ഥാനവും അധികാരവും നിർണയിക്കുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റലിസം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? സമ്പത്തില്ലാത്തവനെ മാറ്റി നിർത്തും. അപ്പൊ അവിടെയും പ്രശ്നമാണ്. സമ്പന്നർ എപ്പോഴും ദരിദ്രരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. മത്സരവും അരക്ഷിതാവസ്ഥയും അവിടെ എപ്പോഴും ഉണ്ടാവും, അരക്ഷിതാവസ്ഥയും ഉണ്ടാവും. അപ്പൊ അത് മാത്രമല്ല, ക്യാപിറ്റലിസത്തിൽ എല്ലാവരും അത്യാഗ്രഹികളാണ്, പണത്തിന് വേണ്ടിയും പൊസിഷന് വേണ്ടിയും. അതുകൊണ്ട് എന്ത് പറ്റും? അവിടെ അക്രമങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. വരുമ്പോ കോട്ടും സ്യൂട്ടും ഒക്കെ ആയിരിക്കും അല്ലെ? കോർപ്പറേറ്റ് ആയിട്ടുള്ള പലരും ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഇടയിൽ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ക്യാപിറ്റലിസം. അപ്പൊ ക്യാപിറ്റലിസവും അല്ലാത്ത ഇസവും ഒക്കെ തന്നെ, സമത്വ ഇസവും ഒക്കെ തന്നെ ഒരു ഒരു സൊസൈറ്റിയിൽ പരിപൂർണമായിട്ട് വിജയിച്ചിട്ടില്ല ഇവർ രണ്ടുപേരും. പക്ഷെ ഇവിടെ വർണ്ണാശ്രമധർമ്മം വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മേൽഗതി ഉണ്ടാവുമെന്നാണ്. അപ്പോൾ വർണ്ണാശ്രമധർമ്മം എന്താ ചെയ്യുന്നത്? എല്ലാ ആളുകളുടെയും സമ്പൂർണമായ ആത്മീയ സമത്വം അവിടെയുണ്ട്. എന്താണ് സമ്പൂർണമായ ആത്മസമത്വം? എല്ലാവരുടെയും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയണു, മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, എല്ലാ പേരും എൻ്റെ ശാശ്വത അംശമാണ്, എല്ലാ ആത്മാക്കളും. അതാണ് വർണ്ണാശ്രമം. അപ്പൊ എല്ലാ ആളുകളുടെയും സമ്പൂർണ്ണ ആത്മീയ സമത്വം അവിടെ നിശ്ചയിക്കപ്പെടുന്നു. അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെയോ അവരുടെ ആപേക്ഷികമായ ഭൗതിക വൈവിധ്യങ്ങൾ അതിനെ സമന്വയിപ്പിക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഭൗതികമായിട്ട് അവർ ഏതേത് ജന്മങ്ങൾ എടുത്താലും അവിടെ അവർ ഒന്നിച്ച്, നേരത്തെ പറഞ്ഞ മാതിരി പരസ്പരം ഭാവയന്തോമാം, പരസ്പരം ഒന്നിച്ചുകൊണ്ട് അവിടെ ഒരു 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 കോപ്പറേഷൻ ഉണ്ടാവും എന്നാ പറയുന്നത്. ഒരു കോപ്പറേഷൻ അവിടെ ഒരുങ്ങി വരുമെന്നാ പറയുന്നത്. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാവരും കണക്റ്റഡ് ആണ്. ആ കോപ്പറേഷൻ ഉണ്ടാവണം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ജാതിയായിട്ട് മാറിയതെല്ലാം.
തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ടും അടിയും, സവർണനും അവർണനും എന്നൊക്കെയായി. ഇതൊക്കെ പലരുടെ സൂത്രമാണ്. പലതും രാഷ്ട്രീയ പ്രേരിതങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയം വേണ്ട എന്നല്ല, നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും, ഞാൻ ഇപ്പൊ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇത് നേരത്തെ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നേരിട്ട് ഉണ്ടാക്കിയതാണ്. ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അപ്പൊ കൃഷ്ണൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്, ശിവനല്ല, വിഷ്ണു അല്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണനാ പറയണത്, അല്ലേ? കൃഷ്ണനാ പറയുന്നത് ചാതുർവർണ്ണയം മയാ സൃഷ്ടം. അങ്ങനെ ഇവിടെ കൃഷ്ണൻ ഇവിടെ എടുത്ത് കാണിക്കുന്നു, സുപ്രീം ഋം. അതിന് താഴെ ബ്രാഹ്മണർ വരും. അപ്പൊ ബ്രാഹ്മണരെ ഭൂദേവദാസ് എന്ന് പറയും. ഭൂലോകത്തിലെ ദേവന്മാര് എന്നാണ് പറയുന്നത്. അവര് ബാക്കിയുള്ള ക്ഷത്രിയരെയും മറ്റുള്ള എല്ലാവരെയും ശാസ്ത്രങ്ങൾ കൊണ്ട് ഉപദേശിച്ച് അവര് മുന്നോട്ട് പോകണം. അപ്പൊ ക്ഷത്രിയരെ ധർമ്മം അനുഷ്ഠിച്ച് ശാസ്ത്രങ്ങൾ കൊണ്ട് ക്ഷത്രിയരെ ഉപദേശിക്കണം. അപ്പോൾ രണ്ടാമത്തെ ക്ഷത്രിയർ ഭരണ വിഭാഗമാണ്. അതാണ് ഇവിടെ എടുത്തു കാണുന്നത്. അപ്പൊ ക്ഷത്രിയർ എന്ത് ചെയ്യും? ബ്രാഹ്മണർ പറയുന്ന രീതിയിൽ അവരെ റെസ്പെക്ട് ചെയ്ത് ശാസ്ത്ര നിർദ്ദിഷ്ടമായി രാജ്യം ഭരിക്കും. അങ്ങനെ ക്ഷത്രിയര് വൈശ്യരെയും ശൂദ്രരെയും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഈ വൈശ്യരും ശൂദ്രരും, വൈശ്യര് വളരെ തിരക്കിലായതുകൊണ്ട് വേദം പഠിക്കുവാനുള്ള സമയമോ അതിനുള്ള ചില യോഗ്യതകളോ അവർക്ക് കുറവായതുകൊണ്ട് തീർച്ചയായും അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും, അതേമാതിരി ശൂദ്രർക്ക് വേദം തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, അല്ലെ? ഉപദേശം കേൾക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് ശൂദ്രർ. ഉപദേശം കൊടുക്കുവാൻ താല്പര്യമുള്ളവരുമാണ് ശൂദ്രർ. ബ്രാഹ്മണർ ഉപദേശം കൊടുക്കുവാൻ താല്പര്യമുള്ളവരും ഉപദേശം കേൾക്കുവാൻ താല്പര്യമുള്ളവരുമാണ്. ക്ഷത്രിയർ ഉപദേശം കേൾക്കുവാൻ താല്പര്യമുള്ളവരും അതേമാതിരി അത് അനുഷ്ഠിക്കുവാൻ താല്പര്യമുള്ളവരാണ്. വൈശ്യർ ഉപദേശം കേൾക്കുവാൻ താല്പര്യം ഉണ്ട് എങ്കിലും സമയമില്ലാത്തവരും, വൈശ്യർ കേൾക്കുവാൻ ഉപദേശിക്കുവാൻ താല്പര്യം ഉണ്ടു എങ്കിലും അതിന് സമയമില്ലാത്തവരുമാണ് ഈ ക്ഷത്രിയർ, അല്ലെ? അപ്പൊ അതുകൊണ്ട് വൈശ്യർ. അപ്പോൾ ക്ഷത്രിയർ എന്താ ചെയ്യുന്നത്? ഈ വൈശ്യനെയും ശൂദ്രരെയും എന്താ ചെയ്യുന്നത്? അവരെ അസ്ത്രം കൊണ്ട് പേടിപ്പിച്ച്, അല്ലെ? നിയമനിബന്ധനകൾ കൊണ്ട്. അപ്പൊ ബ്രാഹ്മണര് ശാസ്ത്രം കൊണ്ടാണ് ഇവിടെ ക്ഷത്രിയരെ പഠിപ്പിക്കുന്നത്. എന്നാൽ ക്ഷത്രിയർ ശസ്ത്രം കൊണ്ട് വൈശ്യനെയും ശൂദ്രനെയും ശസ്ത്രം കാണിച്ചുകൊണ്ട് നിയമങ്ങൾ ഇറക്കി അത് അനുസരിപ്പിക്കും, അല്ലെ? ഈ രീതിയിൽ ആണ് വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ നടപ്പിലാക്കേണ്ടത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ കർമ്മം അനുസരിച്ച് ഇപ്പോഴും നമുക്ക് ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് സംസിദ്ധിം, എന്താ പറയാ, ഭഗവാന്റെ ഹരിതോഷണം, അല്ലെ? ആ ഹരിയെ തുഷ്ടിപ്പെടുത്തുവാൻ പറ്റും. അപ്പൊ ഇത് വേദവിധിയാണ്. ഈ വിധി നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു, വളച്ചൊടിക്കപ്പെട്ടു, അല്ലെ? കാരണം എന്താ? മടി തന്നെയാണ് പ്രധാന കാരണം. സപ്പോസ് ഒരുവന് മേലെ വരണമെന്നുണ്ട് ബ്രാഹ്മണനെ പോലെ, പക്ഷെ അനുഷ്ഠിക്കുവാൻ താല്പര്യമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശൂദ്രനായിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ ബ്രാഹ്മണന്റെ കസാരയിൽ ഇരിക്കുകയും വേണം. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. ഒന്നീ ശൂദ്ര, അല്ലെങ്കിൽ ബ്രാഹ്മണ, അല്ലെങ്കിൽ ക്ഷത്രിയ, അല്ലെങ്കിൽ വൈശ്യ. അപ്പൊ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ ചൂസ് ചെയ്താലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ബ്രഹ്മചാരിയായാലും സന്യാസിയായാലും വാനപ്രസ്ഥനായാലും ഒടുവിൽ അത് ഹരിയുമായിട്ട് കണക്ട് ചെയ്യണം. ഹരിയെ തുഷ്ടിപ്പെടുത്താനായില്ലെങ്കിൽ ആ വർണ്ണാശ്രമവും വേസ്റ്റ് ആയി പോകും. കാരണം അതാണ് നമ്മൾ പഠിച്ചത്. വർണ്ണാശ്രമത്തിന്റെ ഉദ്ദേശം എന്താണ്?
അതപ്പുംഭിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വ അനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധർ ഹരിതോഷണം. ആ ഹരിയെ തുഷ്ടിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക എന്നതാണ്. അങ്ങനെ ഹരിയെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ആ മുക്തി, മോക്ഷം, ഭക്തി നമുക്ക് നിറവേറും എന്നാണ് ശ്രീമദ് ഭാഗവതത്തില് ഈ ഒരു 13-ാം ശ്ലോകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വസുദേവ തനുജായ വാസുദേവായ മംഗളം. നാളെ കാണാം. ഹരേ കൃഷ്ണ.